ടി കെ രാജഗോപാൽ. ശ്രീ ടി കെ രാജഗോപാൽ, എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും പെട്ട ആളുകളുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത് വ്യക്തമാവുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഭരിച്ചിരുന്നത് ഇടത് സർക്കാരാണ്. ആ സമയത്ത് ഇടത് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നു പത്മകുമാർ, ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു വാസു. ഇവർ രണ്ടുപേരും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നു. പക്ഷേ ഈ ചർച്ചകൾ ഇപ്പോൾ സോണിയാഗാന്ധിയിലേക്കും ആന്റോ ആന്റണിയിലേക്കും അടൂർ പ്രകാശിലേക്കും തിരിച്ചുവിടുന്നതിന് എന്തെങ്കിലും യുക്തിയുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതല്ല, ഇദ്ദേഹത്തിന് എല്ലാ കക്ഷികളിൽ നിന്നും വേണ്ട വിധത്തിലുള്ള രാഷ്ട്രീയ സഹായവും സ്വാധീനവും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ഈ അന്വേഷണത്തിൽ പ്രസക്തമായ കാര്യമാണോ? പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം കൈമാറിയത്, 2020 അതിന് പണം കൈപ്പറ്റിയത്, ആ പണം കൈപ്പറ്റിയ ഉന്നതൻ ശബരിമലയുമായി ബന്ധമുള്ളയാൾ, ആ ഉന്നതനെ ആരും ഒരു രാഷ്ട്രീയ നേതാവും തുറന്നു കാട്ടുന്നില്ല എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാഫിയ സംഘത്തിന് ഏതു രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവരാണെങ്കിലും അവരുടെയൊക്കെ പൂർണ്ണ പരിലാളനയും സഹായവും ഒക്കെ ലഭിച്ചിട്ടുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ടി കെ രാജഗോപാൽ. തീർച്ചയായിട്ടും അത് ബുദ്ധിയുള്ള കള്ളന്മാരുടെ ലക്ഷണമാണ് അരുണേ. ഡോക്ടർ അരുണ അത് തന്നെയാണ്. ബുദ്ധിയുള്ള കള്ളന്മാരെങ്ങനെയാണ് കേരളത്തിൽ ഭരിക്കുന്ന UDF ആണെങ്കിലും ശരി, LDF ആണെങ്കിലും ശരി, അതല്ലെങ്കിൽ BJP ആണെങ്കിലും അവർക്കെല്ലാം വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ അവരുടെ ഒരു ഇതിന്റെ ഭാഗമാണ്. നമുക്കൊക്കെ ഇപ്പോൾ ഉള്ള സംശയം അതല്ല. നമുക്കിപ്പോൾ ശബരിമല, ഞാൻ ആദ്യം സൂചിപ്പിച്ച ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പഞ്ചലോക വിഗ്രഹമാണ്, അയ്യപ്പസ്വാമിയുടെ വിഗ്രഹമാണ്. അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ ആശങ്ക. അതിനങ്ങനെ ആശങ്ക ഉണ്ടാകാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അയ്യപ്പസ്വാമിയുടെ കയ്യെ തൊട്ടിട്ടുണ്ട്. നേരത്തെ അയ്യപ്പസ്വാമിയുടെ കയ്യിൽ തൊട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല, ആ കയ്യിലുണ്ടായിരുന്ന യോഗദണ്ഡ്, ഈ യോഗദണ്ഡിനും ഒക്കെ കുഴപ്പമുണ്ട്, രുദ്രാക്ഷമാലയ്ക്കൊക്കെ കുഴപ്പമുണ്ടെന്നൊക്കെ ആരോ പറഞ്ഞു കൊടുത്തു. അവിടെ ശ്രീകോവിലകത്ത് നിൽക്കുന്ന വിദഗ്ധന്മാരായിരിക്കും. അത്തരം വിദഗ്ധന്മാർ പറഞ്ഞു കൊടുത്തപ്പോൾ അത് പുറത്തെടുത്ത ശേഷം സന്നിധാനത്ത് വെച്ച് തന്നെ എന്റെ പണികളൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ചു വെച്ചെന്നാണ് പറയുന്നത്. അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും അദ്ദേഹത്തിന്റെ മകനും എന്ന ആരോപണത്തിന്റെ നിലയിൽ വന്നതാണല്ലോ. അങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ കോവിഡ് കാലത്ത് ആരും അവിടെ ഇല്ല, സന്നിധാനത്തെങ്ങും ആരുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അതേപോലെ ഈ കരാറുകാര് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ചില ഭാരവാഹികൾ, അവരും അങ്ങനെയുള്ള ഭക്തജനങ്ങൾ ആരുമില്ല. സംസ്ഥാന സർക്കാരിന് പോലും വരുമാനമില്ലാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണ് ദേവസ്വം ബോർഡിൽ ശമ്പളം തന്നെ കൊടുത്തത്. അത്ര ബുദ്ധിമുട്ടിനുള്ളൊരു അവസരമാണത്. അങ്ങനെ ആ അവസരം ആളൊഴിഞ്ഞ സന്നിധാനം മുതലെടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചലോക വിഗ്രഹം അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് ചെയ്ത് കാണും? ആറന്മുള സ്ട്രോങ് തുറന്നു കാണും എന്നാണ് എന്റെ ഒരു സംശയം. സ്പെഷ്യൽ കമ്മീഷൻ എന്ന താക്കോല് വാങ്ങിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. കാരണം പോറ്റി അതിന്റെയൊക്കെ മുകളിലാണ്. പത്മകുമാർ പറഞ്ഞതുപോലെ എന്റെയും വാസു സാറിന്റെയൊക്കെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സ്പെഷ്യൽ കമ്മീഷനോടെ താക്കോല് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് സ്ട്രോങ് റൂം തുറന്നു കാണും. ആറന്മുള സ്ട്രോങ് റൂമിൽ ഇരിക്കുന്ന എന്തെല്ലാമാണെന്ന് അരുൺകുമാർ അറിയാമല്ലോ. ശബരിമല അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 1200 ക്ഷേത്രങ്ങളിലെ, അതിൽ പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിലെ എത്രയെത്ര വിഗ്രഹങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. പഞ്ചലോഹത്തിലും സ്വർണത്തിലും ഒക്കെയുള്ള ഒരുപാട് വിഗ്രഹങ്ങൾ അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പോറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. നമ്മൾ താങ്ങുപീഠത്തിന്റെ വിഷയം വന്നപ്പോൾ തന്നെ പോറ്റി പറഞ്ഞത് കേട്ടില്ലേ? അവിടെ മറ്റൊരു താങ്ങുപീഠം ഇരിപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ മറ്റൊരു താങ്ങുപീഠമുണ്ട്. അപ്പൊ ഈ ആളൊഴിഞ്ഞ സമയങ്ങളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം മേഞ്ഞു നടക്കാൻ പറ്റി. അവിടെ എവിടെല്ലാം കയറി ഇറങ്ങി നടന്നിട്ട് എവിടെയൊക്കെ എന്തെല്ലാം ഉണ്ടെന്നുള്ളതൊക്കെ നിശ്ചയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ പോറ്റിക്ക് അതിനെ രാഷ്ട്രീയ പാർട്ടിയുടെ തണലും തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും തണലിൽ കിട്ടിയിട്ടുണ്ട്. അതാണ് മുമ്പ് ഈ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വന്നുപോയത്. ഉണ്ടാകാതിരിക്കാൻ സാധ്യമല്ല. സ്മാർട്ട് ക്രിയേഷൻസ് Debate with Dr. Arun Kumar.